ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി റിപ്പബ്ലിക് ഡേ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഈ പരേഡ് കാണാൻ വേണ്ടി ഞാൻ വന്ന കേട്ടോ. പരേഡ് കാണാൻ വേണ്ടി പോകാൻ വേണ്ടി ഞാൻ രാവിലെ 3 മണിക്ക് എണീറ്റ് 7 മണിക്ക് അവിടെ എത്തി. കാരണം 7 മണി തൊട്ടേ നമ്മളൊക്കെ കിടത്തി വിടുള്ളൂ. ഫസ്റ്റ് ആര് പോരുന്നു അങ്ങനെയാട്ടോ സെറ്റിങ്ങൊക്കെ അറേഞ്ച്മെൻറ്റ്. പിന്നെ തുടങ്ങാൻ ഒരുപാട് ലേറ്റായി. ഏറ്റവും എക്സൈറ്റിംഗ് ആയ മൊമെൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രസിഡൻറ്റിനെ കാണാൻ പറ്റിയതാണ്. ഞാൻ വിചാരിച്ചില്ല കാണാൻ പറ്റും. പിന്നെ എനിക്ക് കുറേ അറിയാത്ത എന്തൊക്കെയോ അതിലൂടെയൊക്കെ പോകുന്നുണ്ടായിരുന്നു. കുറേ വണ്ടി, കുറേ ആൾക്കാർ, കുറേ ഫോഴ്സിലുള്ളവർ. എനിക്ക് കുറച്ചൊക്കെ യൂണിഫോം കണ്ടറിയുന്ന CSF, BSF, ആർമി, പിന്നെ അങ്ങനെ കുറച്ച് പേരുടെ അറിയാം. അതല്ലാതെ ഒരുപാട് ഫോഴ്സ് ഉണ്ടെന്ന് ഞാൻ ശരിക്കും ഇന്ന് അറിഞ്ഞു. ഇത്രയും കാലം ഡൽഹിയിൽ നിന്നിട്ട് ഞാൻ ഇതുവരെ പരേഡ് കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് കാണാൻ പോകണമെന്ന്. അപ്പോൾ ഇപ്രാവശ്യം തോന്നുന്നു ആനിമൽസിനെയൊക്കെ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ എന്തൊക്കെയോ ടൈപ്പ് വെഹിക്കിൾസൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഓരോന്നിലും ഓരോ പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും എക്സൈറ്റിങ്ങും ഇഷ്ടമായത് ഇതാണ്. 2 ഹമ്പുള്ള മറ്റേ ക്യാമൽ, പോണി. ഇത് നല്ല വെയിറ്റ് താങ്ങുന്ന ടൈപ്പ് പോണിയാണെന്ന് കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടത് കുറേ വെറൈറ്റി ബ്രീഡ് നമ്മുടെ ഡോഗ്സിനെയാണ്. എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നല്ല രസമുണ്ടായിരുന്നു. അതുങ്ങളെ എന്താ പറയുക, ഒരുക്കിയതും കണ്ണിലൊക്കെ എന്തൊക്കെയോ എനിക്കൊന്ന് ലൈറ്റൊന്നും അടിക്കാതിരിക്കാൻ, ഇറിറ്റേഷൻ ആവാതിരിക്കാൻ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതും എന്തോ ഒരു ഫോഴ്സാണ്. നല്ല രസമുണ്ടായിരുന്നു. ഓരോരുത്തരും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിഫോമും ബാൻഡും എല്ലാം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പറയാനുള്ളത്, ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് കാണാനൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ എന്തായാലും കാണണമെന്നാണ് എനിക്ക്. കാരണം നമ്മൾ എന്താ പറയുക, നമുക്കൊരു പ്രൗഡ് മൊമെൻ്റാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇത്രയും കാലം ഉണ്ടായിരുന്നു എനിക്കിത് കാണാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഞാൻ എപ്പോഴും വിഷ്ണുവിൻ്റെ അടുത്ത് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് CSFലും കൂടിയാണ്, എന്നിട്ട് പോലും കാണാൻ ചാൻസ് കിട്ടിയിരുന്നില്ല. കാരണം എന്തെങ്കിലും ആ സമയത്ത് തിരക്കായി പോകും, ചിലപ്പോൾ ടിക്കറ്റ് കിട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിന് ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. എങ്ങനെയോ ഇത് എനിക്ക് ഹസ്ബൻഡ് ഒപ്പിച്ച് തന്നെ. അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്, ഇങ്ങനെ മേലെ കൂടെ ഇങ്ങനെ ഹെലികോപ്റ്ററും പിന്നെ ജെറ്റൊക്കെ പോകുന്നുണ്ടായിരുന്നേ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, അവർ മേലെ നിന്ന് ഫ്ലവർ ഇടുന്നുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ കണ്ടു കഴിയുമ്പോഴത്തേനും ഫ്ലവറൊക്കെ അവർ താഴെ എത്തിയായിരുന്നു. നല്ല രസമായിരുന്നു. എനിക്ക് തന്നെ നമ്മൾ ഈ വീഡിയോയിലും ന്യൂസിലൊക്കെ കാണുന്നതിനേക്കാളും കൂടുതൽ നല്ല രസം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര എക്സൈറ്റിങ്ങും എന്താ പറയുക, രോമാഞ്ചം വരുന്നൊക്കെ പറയുന്നത്. അങ്ങനത്തേക്ക് ഒരു മൈൻഡ് കിട്ടുന്നത് നമുക്ക് ശരിക്കും നേരിട്ട് കാണുമ്പോഴാണ്.